കാസർഗോഡ് ജില്ലയിലെ ബേക്കലിൽ 13 വർഷം മുൻപ് മരണപ്പെട്ടയാളുടെ മൃതദേഹം അതേ നിലയിൽ പള്ളി കബറിടത്തിൽ കണ്ടെത്തി. മൗവൽ റിഫായിയ ജുമാ മസ്ജിദ് കബറിടത്തിലാണ് നാട്ടുകാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മൃതദേഹം കണ്ടെത്തിയത്. പള്ളി നവീകരണത്തിന് വേണ്ടി കബറിടം ഉൾക്കൊള്ളുന്ന സ്ഥലം JCB ഉപയോഗിച്ച് മണ്ണ് നീക്കി വൃത്തിയാക്കുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടത്. റിഫായിയ ജുമാ മസ്ജിദിന്റെ പള്ളി സെക്രട്ടറിയും നിർമ്മാണ ചുമതലയുള്ള കൺവീനറുമായ ഷാഫി ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നു. സംഭവം ഒരാഴ്ച മുമ്പ് നമ്മൾ ഇതിന്റെ നിർമ്മാണമായിട്ട് ഔട്ട്സൈഡ് വർക്ക് ചെയ്യുമ്പോൾ JCB ആയിട്ടാണ് ആദ്യം ഇതിന്റെ വർക്കിംഗ് തുടങ്ങിയത്. പക്ഷെ 4 കുഴിയൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു മണം വന്നപ്പോൾ ഞാൻ ആ വർക്ക് നിർത്തിയിട്ട് JCBനെ വിട്ടുവെച്ച് പിറ്റേ ദിവസം ഇതിന്റെ കബറിന്റെ വർക്ക് ചെയ്യുന്ന ആളാണ് ഹുസൈൻ. ഈ ഹുസൈനോട് ഇത് തുറന്നു നോക്കാൻ പറയുമ്പോഴേക്ക് എല്ലാം നല്ല പഴയ എന്ന് നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട് അതേ പടിയിരിക്കുന്നുണ്ട്. ഈ പള്ളിയിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണോ അല്ല, നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ കാണുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ. അതേസമയം മറവ് ചെയ്ത മറ്റു മൃതദേഹങ്ങൾ ദ്രവിച്ച നിലയിലുമാണ്. പഴയകാല ജന്മിയായ മൗവൽ ഹസൈനാറിന്റെ മകൻ ആമു എന്ന ആമൽച്ചിയുടെ മൃതദേഹമാണിതെന്ന് പള്ളി ഭാരവാഹികളും പരേതന്റെ ബന്ധുക്കളും സ്ഥിരീകരിച്ചു. ഒരു എല്ലിന്റെ അക്ഷം മാത്രമേ ഉള്ളൂ. ഈ കവറിങ്ങനെ പൊതിച്ച് നോക്കുമ്പോഴേക്ക് മകനെ വെച്ച മാതിരി ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഒരു കൂടുതൽ നോക്കാതെ അങ്ങനെ മൂടിയിട്ട് വെച്ചിട്ട് ഞങ്ങളപ്പോൾ ഞങ്ങൾ വേറെ എത്തിച്ചു. അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ട്. ഇത് മാത്രമല്ല, തുറക്കുന്ന സമയത്ത് ആദ്യം നല്ല മണം ഉണ്ടായിരുന്നു. ഈ സമയത്ത് തുറക്കുന്ന സമയത്ത് നല്ല സുഗന്ധം വരുന്നുണ്ട്. അതായത് സാധാരണ നിലയിൽ കബറിൽ വെക്കൽ വലത്ത് ഭാഗത്തേക്ക് ചരിച്ച് കടത്തിയാണ്. ഇത് മലന്ന് കിടന്നിട്ടാണുള്ളത്. പിന്നെ ഒരു മുടി വരെ ഒന്നും നശിച്ചില്ല. അതുപോലെ തന്നെ എങ്ങനെയാ കൊണ്ട് കിടത്തി അതുപോലെ തന്നെ ഉണ്ട്. തുണി ഒന്നും നശിച്ചില്ല, എല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. ഒരു മാറ്റമില്ല. അകത്ത് നല്ല സുഗന്ധം വരുന്നുണ്ട് പുറത്തേക്ക്. വ്യക്തി തന്നെ അവരുടെ ജീവിതകാലത്ത് ഇവർ വളരെ നല്ലായിരുന്നു. സംസാരം വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ ചുറ്റുഭാഗത്ത് അവർ പ്രത്യേകത വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചുറ്റുഭാഗത്ത് പട്ടിണി കിടക്കുന്ന കഥ എപ്പോഴും അവർ അന്വേഷിക്കും. അവർ ഇതുണ്ടോ, ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ, അത് അവരുടെ പ്രത്യേകതയായിരുന്നു. അവരെ പ്രത്യേകത. അതേസമയം ബന്ധുക്കൾ അനുവദിക്കാത്തത് മൂലം കബറിടത്തിലെ ദൃശ്യങ്ങൾ പകർത്താൻ മാധ്യമപ്രവർത്തകർക്ക് സാധിച്ചില്ല. മൃതദേഹം സാമുദായിക വിധി പ്രകാരം വശം ചരിച്ചാണ് കിടത്താറുള്ളത്. എന്നാൽ അത്ഭുതം പരത്തിയ മൃതദേഹം നീണ്ടു മലർന്നു കിടന്ന നിലയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. കബറിൽ നിന്നും സുഗന്ധവും ഉയരുന്നുണ്ട്. വിവരമറിഞ്ഞ പോലീസും റവന്യൂ അധികൃതരും സംഭവം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. മുടി വരെ ഒരു കൊഴിഞ്ഞിട്ട് വരില്ല. തല മാത്രം കിവിലൊക്കെ നേരിട്ട് ചെരിഞ്ഞിട്ടുണ്ട്. ശരീരം മലന്നിട്ട് ഇതായിട്ടുണ്ട്. മുഖം ചെരിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്തമാര് കടന്നിട്ട് അങ്ങനെയുണ്ട്. എന്ത് സംഭവിച്ചില്ല, അങ്ങനെയുണ്ട്. ഒരു മുടി തുണിക്ക് വരെ ഒരു കീറൽ സംഭവിച്ചിട്ട. തീർച്ചയായിട്ടും അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ല സൽക്കർമ്മത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഇന്നും ആ സ്ഥിതിയിൽ തുടരുന്നതാണ് നമ്മുടെ മതത്തിന്റെ അടിസ്ഥാനമാക്കി നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നത്. ഓരോ മയ്യത്ത് മറമാടുന്ന സമയത്തും നമ്മൾ കൽപ്പൂരം എന്നുള്ള ഒരു സംഭവം അതിലേക്ക് ഇടും. ആ സുഗന്ധം അതുപോലെ നമ്മുടെ വിശ്വാസം അനുസരിച്ച് അത് സ്വർഗത്തിന്റെ ഒരു സുഗന്ധമാണ് അടിച്ചു വീശുന്നതാണ് നമുക്ക് വിശ്വാസത്തിൽ. പരേതന്റെ മക്കളായ അഷറഫും അസീസും ബന്ധുക്കളും മൃതദേഹം കാണാനെത്തിയിരുന്നു. ഇതിൽ അസീസ് മരണസമയത്ത് വിദേശത്തായതിനാൽ എത്താൻ സാധിച്ചിരുന്നുമില്ല. ഇപ്പോൾ ശരീരം കണ്ടെത്തിയിരിക്കുന്നത് മൗവൽ ഹസൈനാർ ആമു എന്ന വ്യക്തിയോടത്താണ്. അദ്ദേഹത്തിന്റെ മക്കൾ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. അവരോട് ചോദിക്കാൻ കാര്യങ്ങൾ എന്താണെന്ന്. നിങ്ങൾക്ക് സന്തോഷം ഇപ്പൊ വീണ്ടും കാണാൻ പറ്റി, അതും അതേ രൂപത്തിൽ കാണാൻ പറ്റി. നല്ല സന്തോഷം. എന്താ നിങ്ങൾക്ക് തോന്നുന്നു? ഉപ്പാന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ഉപ്പാന്റെ ജീവിതം നല്ല ജീവിതമായിരുന്നു. മരിക്കുന്ന സമയത്ത് ഉപ്പാന്റെ മയ്യത്ത് കാണാൻ പറ്റില്ല. ഇപ്പം കാണാൻ പറ്റില്ല. കാരണം ഗൾഫിലുണ്ടായിരുന്നു. കാണാൻ പറ്റില്ല. അധികം സന്തോഷമുണ്ട്. ബേക്കലം മമ്മിയുടെ മകൾ ആച്ചിബിയാണ് ഭാര്യ. അൻസാരി, അഷറഫ്, അസീസ്, ബീവി ഖദീജ, സൈനബ എന്നിവർ മക്കളാണ്. 2006 ഏപ്രിൽ 27 വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ആമു മരിച്ചത്. അന്ന് 80 വയസ്സുണ്ടാകുമെന്ന് ബന്ധുക്കൾ പറയുന്നു. മൃതദേഹത്തിൽ പുതപ്പിച്ചിരുന്ന വസ്ത്രങ്ങളും ദ്രവിക്കാത്ത നിലയിലാണ്. നല്ല മനുഷ്യരുടെ ശരീരം മണ്ണിൽ ദ്രവിക്കുകയില്ലെന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ വീക്ഷണം. ഇത് മരിച്ചതിന് ശേഷവും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ജീവിതത്തിൽ നല്ല നിലക്ക് ജീവിക്കുകയും ചെയ്തവരുടെ ശരീരവും അതുപോലെ തന്നെ അവരുടെ തുണി പോലും മണ്ണ് തിന്നുകയില്ല എന്നുള്ളത് നമ്മുടെ ഇസ്ലാമിക വീക്ഷണത്തിൽ അത് തെളിയിപ്പിക്കപ്പെട്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഖബർ തുറന്നപ്പോൾ വർഷങ്ങളായി മറവ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയുടെ ശരീരം
ഞങ്ങൾ നോക്കുകയും അത് കാണുകയും ചെയ്തിട്ടുണ്ട്. മറവ് ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിനുണ്ടായതുപോലെ തന്നെ ഒരു മാറ്റം സംഭവിക്കാതെ അങ്ങനെ തന്നെ ഖബറിൽ കാണാൻ സാധിച്ചു. അതായത് മുസ്ലിം സമുദായത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ഈ മരിച്ചതിന് ശേഷം മനുഷ്യന് ബാക്കിയാകൂല, അതൊക്കെ മണ്ണ് തിന്ന് പോകുമെന്നൊക്കെ പറയുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർക്കൊക്കെ ഒരു വ്യക്തമായ തെളിവാണിത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കബറിട നിർമ്മാണ തൊഴിലാളിയായ നൌഷാദിന്റെയും ഹുസൈന്റെയും ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. നിരവധി കബറിടങ്ങൾ നിർമ്മിക്കുകയും പുനർനിർമ്മാണം നടത്തുകയും ചെയ്ത തങ്ങൾക്ക് ഈ അനുഭവം ആദ്യമാണെന്ന് ഇവർ പറയുന്നു. ഖബർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സജീവമായ ഹുസൈൻ നൌഷാദാണ് ഇപ്പോൾ നമ്മോടൊപ്പം. ഇവരാണ് ഇന്ന് ഖബർ തുറന്നിരിക്കുന്നത്. ഇവരെ നേരിട്ട് കണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇവരോട് തന്നെ ചോദിക്കാം എന്താണ് വിശേഷമെന്ന്. പില്ലർ വയ്ക്കുമ്പോൾ ഖബർ കണ്ട് ഖബർ തുറന്നു നോക്കുമ്പോൾ അതിൽ ശരീരം അങ്ങനെ തന്നെയുണ്ട്. അതുകൊണ്ട് നമ്മ അതേപോലെ മറമാടി നിങ്ങളെ കാണിച്ചു കുടുംബക്കാർക്ക് കാണിച്ചു കൊടുത്ത് നാട്ടുകാർക്കും കാണിച്ചു. ശരീരം എങ്ങനെയുണ്ട്? ശരീരം നമ്മൾ അതേമാതിരി ഉണ്ട്, മുടിയും താടിയും എല്ലാം അതേമാതിരി ഉണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത്ര കൊല്ലത്തെ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളെ നമ്മ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്